ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച തീരുവയുടെ പ്രത്യാഘാതങ്ങളെ ചെറുക്കാൻ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന വ്യവസായത്തിന് പ്രാപ്തിയുണ്ടെന്ന് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ചെയർമാൻ വി.ഡി. സ്വാമി പറഞ്ഞു. രാജ്യത്തെ സമുദ്രോൽപ്പന്ന മേഖല മുൻപ് പല പ്രതിസന്ധികളെയും ചെറുത്ത് മുന്നേറിയതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ റഷ്യ, UK, യൂറോപ്യൻ യൂണിയൻ, നോർവേ, സ്വിറ്റ്സർലൻഡ്, മധ്യപൂർവ്വ ഏഷ്യ രാജ്യങ്ങൾ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പുതിയ കയറ്റുമതി മേഖലകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതായും ഡി.വി. സ്വാമി പറഞ്ഞു. സമുദ്രോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവും വൈവിധ്യവൽക്കരണവും അത്യന്താപേക്ഷിതമാണ്. ചെമ്മീൻ കയറ്റുമതിയിൽ ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന രാജ്യമാണ് ഇക്വഡോർ. എന്നാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഇന്ത്യയെ അപേക്ഷിച്ച് അവർ പിന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. So, if 1% income of US citizens, if there is an income increase, there is a export demand increases by 9.38%. This is what the empirical evidence shows. As an export agency, I would be considering what will happen in US, because with these kind of tariffs, whether in US, whether there will be inflation, whether in US because shrimp is a luxury good, so whether the overall global situation will have an impact in US consumption patterns, that would be important. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 62,408.45 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു. ശീതീകരിച്ച ചെമ്മീനായിരുന്നു കയറ്റുമതിയിലെ പ്രധാന ഇനം. അമേരിക്കയും ചൈനയുമാണ് ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാരെന്നും വി.ഡി. സ്വാമി പറഞ്ഞു. ACV ന്യൂസ്, കൊച്ചി.